എല്ലാവർക്കും എല്ലാ കാലത്തേക്കും നമ്മളെ ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന് നമ്മളിലുണ്ട്. അത് നമ്മുടെ സ്നേഹമാവാം, കെയറിംഗ് ആവാം, പണമാവാം, കണക്ഷൻസ് ആവാം. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതിനേക്കാൾ മികച്ചതായി അവർക്ക് മറ്റെവിടെന്നെങ്കിലും കിട്ടിത്തുടങ്ങിയാൽ അന്ന് തീരും പല ബന്ധങ്ങളുടെയും തീവ്രത. അന്ന് തൊട്ട് അവർ നിങ്ങളിലെ നെഗറ്റീവുകൾ കൂടുതലായി എക്സ്പോസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കൂടെ കൂടെ വഴക്കായി, മെല്ലെ മെല്ലെ അകൽച്ചയായി. കാരണം അയാളുടെ നീഡ്സ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. നീഡില്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവോയ്ഡ് ചെയ്യുന്നതിൽ അവർക്ക് പഴയ പോലെ കുറ്റബോധമോ വിഷമമോ ഇല്ലാതായിരിക്കുന്നു. അവർ സന്തോഷിക്കുന്ന വഴികളിൽ നിങ്ങൾ തടസ്സമായി വരാതിരിക്കാൻ നിങ്ങളെ പലപ്പോഴും അവർ ഒഴിവാക്കിയേക്കാം. അത് നിങ്ങളോടുള്ള വെറുപ്പല്ല, അവരുടെ ഇപ്പോഴത്തെ നീഡ് സാറ്റിസ്ഫൈ ആക്കുന്നവരോടൊപ്പം കൂട്ടുകൂടാനുള്ള ആവേശം കൊണ്ട് പറ്റി പോകുന്നതാണ്. ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ തോന്നില്ലെന്നേ. മുമ്പത്തെ പോലെ തന്നെ നമ്മളോട് ഡീപ്പായി ഇടപെടാൻ നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ എന്നും വഴക്കും പിണക്കും. ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയിരുന്ന ആൾ കൂടുതൽ കൂടുതൽ അകന്നു പോകുന്നത് നമ്മൾ വേദനയോടെ കാണും. എല്ലാവർക്കും എല്ലാ കാലത്തേക്കും നമ്മളെ ആവശ്യമില്ലെന്നേ. അവരതിന്റെ സൂചന കാണിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചു കിട്ടില്ലെന്ന് തോന്നി തുടങ്ങിയ അകലാൻ അനുവദിക്കുക. ഇപ്പൊ അകൽച്ചയല്ലേ ഉള്ളൂ. പിടിച്ചു വെക്കാൻ ശ്രമിക്കും തോറും ഈ അകൽച്ച വെറുപ്പാവാം. നിങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ സന്തോഷവും വൈബും കിട്ടുന്ന, നിങ്ങളെക്കാൾ നല്ലതെന്ന് അവർക്ക് തോന്നുന്നിടത്തേക്കല്ലേ അവരിപ്പോ പോയത്. നമുക്ക് അവരെ ഇഷ്ടമാണ്. അവര് സന്തോഷിക്കുന്നത് കാണാനും നമുക്ക് ഇഷ്ടമല്ലേ. വിട്ടുകൊടുക്കുക. നമുക്കറിയാലോ നമ്മളെക്കാൾ നന്നായി അവരെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ല.